സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ പറക്കും തളിക. എഴുതിയത് VKK രമേശ്. ആദ്യമായി പറക്കും തളികയെ നേരിട്ടു കണ്ടത് ഡോക്ടർ കണ്ടമുത്തുവാണ്. മകരക്കൊയ്ത്തു കഴിഞ്ഞ് വരണ്ടുണങ്ങിക്കിടക്കുന്ന ആയക്കുറിശിയുടെ പാടശേഖരങ്ങൾക്കു തൊട്ടുമുകളിൽ വച്ച് മലയപ്പോതിയുടെ കുന്നിനു താഴെ തേരട്ടയെപ്പോലെ ചുരുണ്ടുകിടക്കുന്ന പാവം നാട്ടുപാതയിലൂടെ അദ്ദേഹത്തിനൊരു സായാഹ്ന സവാരിയുണ്ട്. മുത്തുമണിയുടെ ചായപ്പീടികയും ആറോപ്പയുടെ കൂരയും ക്വാറിയിലേക്കുള്ള കുണ്ടൻ വഴിയും പിന്നിട്ട് പാലക്കാടൻ കാറ്റിനോടൊപ്പം പൊട്ടിച്ചിറ വരെ പണിമാറ്റി പാടത്തുനിന്ന് കയറി വരുന്നവർ ബഹുമാനത്തോടെ വരം പൊഴിഞ്ഞു നിൽക്കും. നടത്തം നിർത്താതെ തന്നെ അവരോടൊക്കെ കുശലം പറഞ്ഞ് മുന്നോട്ടു നടക്കും. ദൂരെയല്ലാത്ത ചൂലനൂർ കാടുകളുടെ നിഴൽ പടിഞ്ഞാറൻ സൂര്യന്റെ തള്ളലിൽപ്പെട്ട് ആയക്കുറിശിയുടെ നാട്ടുവഴിയിലേക്ക് ചാഞ്ഞു വീഴുന്നതുവരെ നടത്തം തുടരും. നാട്ടുവെളിച്ചത്തിന്റെ അകമ്പടിയോടെയാവും മിക്കവാറും പൊട്ടിച്ചിറയിൽ നിന്നുള്ള മടക്കയാത്ര. പതിവ് പോലെ അന്നും യാത്ര കഴിഞ്ഞ് തിരികെ നടക്കുകയായിരുന്നു കണ്ടമുത്തു. വീടുകൾ തന്നെ കുറവായ ഒരിടത്തായിരുന്നു അദ്ദേഹം. ഒരു വശത്ത് കുന്നാണെങ്കിൽ മറുവശത്ത് കിഴക്കോട്ടു ചെരിഞ്ഞ് പെരിങ്ങോട്ട് കുറിശിയിലേക്ക് വീശിപ്പോകുന്ന പാലക്കാടൻ പാടങ്ങൾ. ആൾനടത്തങ്ങൾ മിക്കവാറും അവസാനിച്ച മട്ടാണ്. ആയക്കുറിശിയുടെ മെലിഞ്ഞു തിളങ്ങുന്ന കുംഭമാസത്തെ ആകാശത്തേക്ക് ചുമ്മാ പാളി നോക്കിയപ്പോഴാണ് അത് സംഭവിച്ചത്. മലയപ്പോതിയുടെ കുന്നിനു മുകളിൽ നിന്ന് ഒരു തിളക്കം. കണ്ണാടി വെച്ച് ആരോ വെളിച്ചമടിക്കുകയാണെന്നാണ് ആദ്യം തോന്നിയത്. താഴ്ചകൾ നരച്ച ഇരുട്ടിലേക്ക് വഴുതി വീണിരുന്നെങ്കിലും കുന്നിന്റെ ഉച്ചിയിൽ അന്നേരവും പടിഞ്ഞാറൻ വെളിച്ചം അല്പം ബാക്കി നിന്നിരുന്നു. മെല്ലെ ആ തിളക്കം മുന്നോട്ടു നീങ്ങാൻ ആരംഭിച്ചു. നോക്കി നിൽക്കെ വെളിച്ചം താഴേക്ക് പാറി വന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടത്തേക്കിറങ്ങി. പൊളിച്ചുമാറ്റാൻ വൈകിപ്പോയ കാവൽ ചാളയ്ക്കു മുന്നിൽ അത് 4 കാലിൽ വന്നിറങ്ങി. ഏറെ വൈകാതെ അതിൻ്റെ മുൻവശത്തെ വാതിലുകളിലൊന്ന് തുറന്നു. ഒരു കീറ് വെളിച്ചം പൊട്ടിയ ചില്ലുപോലെ പുറത്തേക്ക് പാളി വരികയും ചെയ്തു. അതെന്താണെന്ന് ഒരു ഞെട്ടലോടെ കണ്ടമുത്തു തിരിച്ചറിഞ്ഞു. പറക്കും തളിക. പ്രകൃതിയുടെ മാജിക്കിൽ സ്വയം അറിയാതെ വീണുപോകുന്ന ഒരാളായിരുന്നില്ല കണ്ടമുത്തു. മനുഷ്യരെ കവച്ചു വയ്ക്കുന്നതിനോളം വേഗതയിൽ പ്രകൃതിയെ മറികടന്ന കല്ലനാണ് അദ്ദേഹം. ജനായത്ത സർക്കാരിന്റെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നിൽ ചുമ്മാതിരുന്ന് മരുന്നു കലക്കുന്ന ലോക്കൽ ഡോക്ടർമാരിൽ ഒരാളായി കണ്ടമുത്തുവിനെ ഊഹിക്കുന്നത് ശരിയല്ല. 27ഓളം പഠന പ്രബന്ധങ്ങൾ എഴുതി. ഇനിയും വേണോ എന്ന ചോദ്യവുമായി എടുത്തടിച്ചു നിന്ന ജോൺ ഇ മെർക്ക് എന്ന ഹാർവാർഡ് സർവകലാശാലയിലെ സൈക്യാട്രി പ്രൊഫസറുടെ അരുമ ശിഷ്യനാണ് അദ്ദേഹം. അതൊന്നും നാട്ടിലധികമാർക്കും അറിയില്ല. ജോൺ മെർക്കിന്റെ വിയോഗത്തിനു ശേഷം ശരിക്കും ആ ചെയർ അലങ്കരിച്ചത് കണ്ടമുത്തുവല്ലാതെ മറ്റാരുമായിരുന്നില്ല. PSI ഗ്രൂപ്പിന്റെ ലഞ്ച് ടോക്കുകളിൽ അദ്ദേഹത്തിന്റെ പേര് നിരന്തരം ആവർത്തിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. HMS ഡിപ്പാർട്ട്മെന്റിന്റെ ചുമരുകളിൽ ചെവിയോർക്കാൻ ക്ഷമ കാണിക്കുന്ന പഠിതാക്കൾക്ക് ഇന്നും കണ്ടമുത്തു എന്നൊരു അലയൊളി കേൾക്കാൻ കഴിയും. ചരിത്രത്തിന്റെ ഇരമ്പമാണത്. എങ്കിലും റിട്ടയർമെന്റിനു ശേഷം അമേരിക്കയിൽ തന്നെ തങ്ങാതെ കണ്ടമുത്തു തിരിച്ചു വന്നു. അതിനു പിന്നിൽ ദേശസ്നേഹം മാത്രമാവാനിടയില്ല. അവിടെ അത്യന്തം നിഗൂഢമായൊരു രാജ്യാന്തര രഹസ്യം തന്നെ ഊഹിക്കുന്നവരുമുണ്ട്. കാര്യം എന്തായാലും അടിത്തൂൺ പറ്റിയതിനു ശേഷം സ്വന്തം നാട്ടിലേക്കു തന്നെ അദ്ദേഹം മടങ്ങിയെത്തി. പുരാതന ഗോത്രമാന്ത്രികതയുടെ നീളി വരമ്പുകൾ ഇരുട്ടിൽ പതുങ്ങിക്കിടക്കുന്ന പാലക്കാടൻ ഗ്രാമങ്ങളിലൊന്നാണ് ആയക്കുറിശി. എങ്കിലും കണ്ടമുത്തന്റെ യുക്തിബോധത്തെ അതൊന്നും സ്വാധീനിക്കാറില്ല. മനഃശാസ്ത്രമൊഴികെ മറ്റൊരു ബ്ലാക്ക് മാജിക്കിനെയും തൻ്റെ മനോപരിസരത്തേക്ക് അദ്ദേഹം പ്രവേശിപ്പിക്കാറുമില്ല. അതുകൊണ്ടുതന്നെ പറക്കും തളികയെ കണ്ടുവെന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമില്ല തന്നെ. ഡോക്ടറെ അഭിമുഖീകരിച്ച് തളിക തെല്ലുനേരം അനങ്ങാതെ നിന്നു. അതിനകത്തുനിന്ന് ആരെങ്കിലും പുറത്തിറങ്ങുമെന്നായിരുന്നു കണ്ടമുത്തുവിന് തോന്നിയത്. അതിനുവേണ്ടി അദ്ദേഹം കാത്തുനിന്നു. നോക്കി നിൽക്കെ അതിനകത്തെ വെളിച്ചം മങ്ങി. യാത്രക്കൊരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാവാം തളിക ചെറുതായൊന്നു മുരണ്ടു. രണ്ടും കൽപ്പിച്ച് ഡോക്ടർ കണ്ടത്തിലേക്ക് പൊടുന്നനെ ഉരസിയിറങ്ങി. തളികയെ ലക്ഷ്യം വെച്ച് അദ്ദേഹം ശരം പോലെ ഓടി. പെട്ടെന്നാണ് തളിക അതിൻ്റെ 4 കാലിൽ നിന്നു തിരിഞ്ഞത്.
തിരിഞ്ഞുകൊണ്ടിരിക്കെ അധോമുഖമായി പോകുന്ന വാതിൽ വേഗത്തോടെ അടയുന്നത് ഡോക്ടർ കണ്ടതുമില്ല. ഏതാണ്ട് അതിന്റെ തൊട്ടടുത്തെത്തിയതും പേടകം ഒറ്റമൂച്ചിന് മുകളിലേക്കങ്ങ് പൊങ്ങിപ്പോയി. മകരത്തിന്റെ നരച്ച നീലാകാശത്തേക്ക് വെളിച്ചത്തിന്റെ തുറു കണ്ണുകൾ മിഴിച്ച് അത് പറന്നകന്നു. അകലം കാഴ്ചയെ മറച്ചതോടെ കണ്ടമുത്തു കണ്ടത്തിനു നടുവിൽ കുന്തിച്ചിരുന്നു കിതച്ചു. ആകാശത്ത് തളികയുടെ പൊടി പോലും കാണാനില്ല. കൃഷ്ണപക്ഷമായതുകൊണ്ട് ഏതാനും നക്ഷത്രങ്ങളും ശുക്രനും തിരനോട്ടം നടത്തിയിട്ടുണ്ട്. അതിനിടയിൽ എവിടെയോ തളികയുടെ വെളിച്ചക്കണ്ണുകൾ പാടെ മറഞ്ഞു കഴിഞ്ഞിരുന്നു. തളിക ലാൻഡിംഗ് നടത്തിയ ഇടം ഡോക്ടർ സൂക്ഷ്മമായി പരിശോധിച്ചു. അല്പനേരം മുൻപ് അതിന്റെ 4 കാലുകളും ഉറച്ചുനിന്ന ഭൂമിയിൽ ചെറിയൊരു പാടുപോലും കാണാനില്ലെന്നത് അദ്ദേഹത്തെ ശരിക്കും അത്ഭുതപ്പെടുത്തി. പ്രത്യേക വിധത്തിലുള്ള മണം പ്രതീക്ഷിച്ച് ആഞ്ഞു ശ്വസിച്ചു നോക്കിയെങ്കിലും ഗുണമുണ്ടായില്ല. എന്തെങ്കിലും ബാക്കി വച്ചിട്ടായിരുന്നില്ല അതിന്റെ തിരോഭാവം. തളിക ആയക്കുറിശിയിൽ ലാൻഡിംഗ് നടത്തിയതെന്തിനായിരിക്കും? പര്യവേക്ഷണത്തിനായിട്ടാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ലക്ഷ്യബിന്ദു? കണ്ടത്തിലിറങ്ങിയത് കാർഷിക ഗവേഷണത്തിനാണെന്ന് ഊഹിക്കുന്നത് മൗഢ്യമാണ്. ഡോക്ടർ ആകെ ആടിയുലഞ്ഞുപോയി. അതിന് പ്രബലമായൊരു കാരണമുണ്ട്. പുറത്ത് ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു രാജ്യാന്തര രഹസ്യം. അതുമായി ഡോക്ടർ കണ്ടമുത്തു പതിവു തെറ്റിയ വേഗതയോടെ വീട്ടിലെത്തി. ഒളിഞ്ഞിരിക്കുന്ന സുന്ദരിയായ കുളത്തിനോരം പറ്റി കണ്ടങ്ങളുടെ അതിർത്തിയിൽ പുളിന്തണലിൽ ഒതുങ്ങി നിൽക്കുന്ന ഇരുനില വീടായിരുന്നു അത്. കുളത്തിനപ്പുറം പറമ്പിനതിരിട്ട് ഏതാനും തെങ്ങുകൾ ചുറ്റി നിൽക്കുന്ന തിട്ടയാണ്. വേണമെങ്കിൽ കുളത്തിൽ നഗ്നനായും കുളിക്കാം. രാവിലെ അദ്ദേഹത്തിന് അതിലൊരു നീന്തിക്കുളിയുണ്ട്. കുളി കഴിയുമ്പോഴേക്കും പണിക്കാരനായ രാസാവ് ആഹാരവുമായി അടുക്കളയിൽ ഫോളിനാവും. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞു ജീവിക്കാൻ നിശ്ചയിച്ചതുകൊണ്ടാവാം രോഗികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡോക്ടർ പിശുക്കനാണ്. എങ്കിലും പാവപ്പെട്ട രോഗികൾക്ക് ചില നീക്കുപോക്കുകളൊക്കെയുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടാനുള്ള പ്രതല ബലം പോലുമില്ലാത്ത പാവങ്ങളായിരുന്നു അയാളുടെ രോഗികൾ. ചികിത്സ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത ഡൗൺ സിൻഡ്രോം കേസുപോലും അതിലുൾപ്പെടും. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു കണ്ടമുത്തുവിന്റെ ഭാര്യ അഞ്ജലി. വമ്പൻ ഉത്തരവാദിത്വത്തിന്റെ ഏകോപനങ്ങളുമായി വെടിയുണ്ട മാതിരി സദാ ചലിക്കുന്നതായിരുന്നു അവളുടെ രീതി. റോവിന്റെ പ്രവർത്തന പരിധികളിലാണ് അധികാരം എന്നതുകൊണ്ട് മതിലുപോലുള്ള മറവ് അവൾ സദാ മുഖത്ത് വെച്ചിരുന്നു. വിവാഹശേഷം അവൾ ആയക്കുറിശിയിലെ തറവാട്ടിലേക്ക് വന്നതിൽ ഇരട്ടി പ്രാവശ്യമെങ്കിലും ഡോക്ടർ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ബ്ലോക്ക് ബിൽഡിംഗിലേക്ക് കയറി ചെന്നിട്ടുണ്ടെന്നു പറയണം. അവളുടെ ഫോൺ വിളികളും തീരെ കുറവാണ്. ഒരു മനുഷ്യ സ്ത്രീയായി അഞ്ജലിയെ തിരിച്ചു കിട്ടണമെങ്കിൽ സാമാന്യമായി അവളുടെ അടുത്തൂൺ വരെയെങ്കിലും കാത്തിരിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് അദ്ദേഹത്തിനറിയാം. മക്കൾ 2 പേരും അമേരിക്കയിലായിരുന്നു. ചില ദിവസങ്ങളിൽ അവരുടെ വീഡിയോ കോൾ വരും. അതിനിടയിൽ കൊച്ചുമക്കൾ വല്ലപ്പോഴും കിന്നരിക്കാനും കൂടും. അത് പക്ഷേ മിക്കവാറും അസമയങ്ങളിലായിരിക്കും. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങൾക്കിടയിലായി അസമയങ്ങളിലെ അലോസരം പോലെ ബന്ധങ്ങൾ വലിഞ്ഞു നീങ്ങി. പറക്കും തളികയെ കണ്ട കാര്യം പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് ആരുമില്ലായിരുന്നു. രാസാവിനെ അറിയിച്ചിട്ട് വിശേഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൂടിപ്പോയാൽ അവനൊന്നു നെടുവീർപ്പിടും. എന്റെ മലയപ്പോതിയെ, ഓ എന്താ ഞാൻ കേൾക്കണത്? അതിൽ തീരും. ചിലപ്പോൾ തൊടിപ്പണിക്ക് വരുന്ന അച്ചിമാരോടൊക്കെ കഥ പങ്കുവെച്ചെന്നിരിക്കും. അവരും താടിക്ക് കൈകൊടുത്ത് ഇതുതന്നെ പറയും. അല്ലാതെ അവരെന്തു ചെയ്യാനാണ്? ഇതൊന്നും ആയക്കുറിശിയിലെ പാവപ്പെട്ട കൃഷിവലന്മാരോട് പറയാൻ പറ്റുന്നതല്ല. ഡോക്ടർക്ക് ഉള്ളു തുറക്കാവുന്ന മനുഷ്യർ ആയക്കുറിശിയിൽ തന്നെ ഇല്ലെന്നു പറയാം. സത്യം പറഞ്ഞാൽ രാസാവിന്റെ മകൻ നാരായണൻകുട്ടിയാണ് ഡോക്ടർക്കു കിട്ടിയ ഏക ശ്രോതാവ്. അവൻ 2ൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടിയായിരുന്നു. പള്ളിക്കൂടം വിട്ടു വന്നാലുടൻ അവൻ അപ്പനെ കാണാനായി ഡോക്ടറുടെ വീട്ടിലെത്തും. അമ്മയുടെ ഭക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും. തെണ്ടിത്തിന്നാനും ആവേശമില്ലാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ. വന്നയുടൻ അവൻ അടുക്കള നോക്കി ഓടും. അപ്പന്റെ കയ്യിൽ നിന്ന് ദോശയും ചമ്മന്തിയും സമൃദ്ധമായി കഴിക്കുന്നതോടെ ട്രൗസറിനു മുകളിലേക്ക് വയർ വളർന്നു വരും. അതേ മൂച്ചിന് ഓടിച്ചെന്ന് കുളത്തിൽ ചാടും. അല്പനേരം നീന്തി തിമർത്തി കരക്കു കയറി പള്ളിക്കൂടത്തിന്റെ മുശുക്കുമണമുള്ള അതേ വസ്ത്രങ്ങൾ അണിയും. അപ്പോഴേക്കും ഡോക്ടർക്ക് സായാഹ്ന സവാരിക്കുള്ള നേരമായിട്ടുണ്ടാകും. അദ്ദേഹം തന്റെ സവാരി ഷൂ അണിയുന്ന മുറക്ക്
അവൻ നടത്തത്തിനു പാകമായി മുറ്റത്ത് കാത്തുനിൽക്കുന്നുണ്ടാവും. അച്ചോ വെരി, ഞാൻ മുമ്പിലുണ്ട്. കണ്ടമുത്തോ ഹെർവാർഡ് പ്രൊഫസറാണെന്ന കാര്യമൊന്നും അവൻ പരിഗണിക്കാറില്ല. അവൻ തൻ്റെ അരുമയായ മുളങ്കമ്പുമായി മുന്നിൽ നടക്കും, അദ്ദേഹം തൊട്ടു പിന്നിലും. ഈ പറക്കണ തുമ്പിന്റെ ടെക്നിക്ക് എന്താന്ന് നിങ്ങൾക്ക് പിടിയുണ്ടാ? അവൻ ചോദിക്കും. ഇല്ല ഉണ്ണിച്ചക്കോ, എനിക്ക് വലിയ പിടിയില്ല. കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രാദേശികോച്ചാരണത്തോടെ അദ്ദേഹം മറുപടി പറയും. എന്ത് കൂട്ടാന്നോ നിങ്ങ കൂടണത്? അതെന്താന്ന് നാം പറയാം. അതാണ് അച്ചോ ഭൂമിന്റെ ടെക്നിക്ക്. കാണായതിൻ്റെ ഉണ്മയെല്ലാം ഭൂമിയുടെ ടെക്നിക് മാത്രമാണെന്നാണ് അവന്റെ കണ്ടുപിടുത്തം. പല ദിവസങ്ങളിലും അവൻ സവാരിക്ക് കൂടാറില്ല. പുളിഞ്ചോട് ഷാപ്പിനടുത്തുള്ള കണ്ടത്തിൽ പന്തുകളി തുടങ്ങിയാൽ അവന്റെ കൂട്ട് പലപ്പോഴും കണ്ടമുത്തുവിന് നഷ്ടപ്പെടും. ചൂലനൂർ കുന്നുകളിൽ ക്രോപ്പ് ചെയ്യാതെ വളർത്തിയ മുടി പോലെ ചാഞ്ഞു നിൽക്കുന്ന കാട് കാലവർഷ മഴകളെ കുടഞ്ഞിടാൻ ആരംഭിക്കുന്നതോടെ മിച്ചറും ബിസ്ക്കറ്റും തിന്ന് അവൻ അകത്തു ചുരുണ്ടിരിക്കും. എന്നാൽ ഇത്തവണ അവൻ കാമ്പ്രച്ചള്ളയിലെ അമ്മ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. തളികയെ കണ്ടുമുട്ടിയ ദിവസം പന്തുകളിയിലായിരുന്നു നാരായണൻകുട്ടി. അന്ന് തറവാട്ടിൽ മടങ്ങിയെത്തിയ ഡോക്ടർ പെരുമാറിയതെല്ലാം പതിവ് തെറ്റിച്ചാണ്. ആദ്യം കയറിപ്പോയത് പരിശോധനാമുറിയിലേക്കായിരുന്നു. അത് വിചിത്രമായതുകൊണ്ട് രാസാവ് അങ്ങോട്ടേക്കൊന്ന് പാളി നോക്കി. നടത്തം കഴിഞ്ഞ് തിരിച്ചെത്തിയാലുടൻ കുളിമുറിയിലേക്ക് നീങ്ങുകയാണ് പതിവെന്ന് രാസാവിനറിയാം. കുളി 5 നിമിഷത്തിനപ്പുറം നീണ്ടുപോകാറില്ല. മടങ്ങിയെത്തിയാലുടൻ ആഹാരം. രാത്രി ഭക്ഷണം വളരെ നേരത്തെ കഴിക്കുന്ന കൂട്ടത്തിലാണ് ഡോക്ടർ. ജോലികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനു മുമ്പായി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് രാസാവ് ഒന്ന് പാളി നോക്കും. അന്ന് രാസാവ് എത്തി നോക്കുമ്പോൾ ഡോക്ടർ തൻ്റെ ഡയറി പരിശോധിക്കുകയാണ്. അതായിരുന്നു അദ്ദേഹത്തിന് കേസ് ഡയറി. വിരലിൽ എണ്ണാവുന്ന രോഗികളെ മാത്രം അനുവദിച്ചിരുന്നതുകൊണ്ട് പ്രായേണ ശുഷ്കമായ വിവരങ്ങൾ ചുമന്നാണ് ഡയറിയുടെ നിൽപ്പ്. രാസാവേ, നമ്മുടെ രോഗികളിൽ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടാവും. ഡയറിയിൽ നിന്ന് മുഖമുയർത്തി പ്രവചിക്കുന്നതുപോലെ കണ്ടമുത്തു പറഞ്ഞു. രാസാവിന് കാര്യം തിരിഞ്ഞില്ല. എന്നാൽ തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശരിക്കും അയാൾക്കതിൻ്റെ അപകടം ബോധ്യപ്പെട്ടു. പുളിഞ്ചോട് കള്ളുഷാപ്പിനടുത്ത് വലിയൊരാൾക്കൂട്ടം. നിലവിളി ബഹളങ്ങൾ ദൂരെ നിന്നു തന്നെ കേൾക്കുന്നുണ്ട്. അവിടെ നടന്നെത്താനുള്ള തിടുക്കത്തോടെ രാസാവ് നടന്നു. നിലവിളി ബഹളങ്ങൾ ചാമിയാരുടെ വീട്ടിൽ നിന്നായിരുന്നു. ഷാപ്പിനോട് ചേർന്ന ചാളയിലാണ് പുറാട്ടുകളിക്കാരനായ ചാമിയാര് കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത്. പുറാട്ടുകളിയില്ലാത്ത കാലങ്ങളിൽ കിട്ടുന്ന തൊഴിൽ എന്തായാലും ചെയ്യും. ചക്കര വിൽക്കാൻ പോകും, കൈക്കോട്ട് പണിക്കിറങ്ങും, തോലനൂരിൽ റബ്ബർ വെട്ടാൻ വരെ പോകാറുണ്ട്. ഷാപ്പ് അടുത്താണെങ്കിലും അയാൾ ഒട്ടും കുടിക്കില്ല. ചാമിയാര് കുടിച്ചതത്രയും ഒരർത്ഥത്തിൽ കണ്ണീരായിരുന്നുവെന്ന് പറയാം. വെയിൽ മരീചികകൾക്കിടയിൽ കയറി മേടച്ചൂട് മിന്നി നീങ്ങുന്ന വേനൽ കണ്ടങ്ങളുടെ നിറമാറിൽ ചാമിയാര് വേഷപ്പുറാട്ടുകൾ കെട്ടിയാടുമ്പോൾ ചിരി അങ്ങനെ പരിസരം നിറക്കും. രാത്രികളിൽ പങ്കുവച്ചിരുന്ന ചിരിയത്രയും ഉറക്കമില്ലാത്ത പകലുകളിൽ ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ട് ചാമിയാർ കുറ്റബോധത്തോടെ മറികടന്നു. കുട്ടിമകനെ, ഞാൻ ചിരിക്കണില്ല. നിന്നെ നനച്ച് അപ്പൻ എങ്ങനെ ചിരിക്കണത്? അപ്പന് മനസ്സ് മുട്ടല്ലാണ്ട് വേറെ എന്തുണ്ട് എൻ്റെ കുട്ടിമകനെ? ആരുമറിയാതെ അയാൾ കരയും. മകനായിരുന്നു അയാളുടെ തീരാ ദുഃഖം. അവനൊരു മന്ദബുദ്ധിയായിരുന്നു. ചെറിയ തലയും വീർത്ത നാവും മേഘം പടർന്ന കണ്ണുകളുമായിരുന്നു അവന്. ആരെ കണ്ടാലും കോറുവായിൽ നീർ വീഴ്ത്തി വെളുക്കെ ചിരിക്കും. ഒന്നും മിണ്ടില്ല. കേൾവിക്ക് തകരാറുള്ളതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും കേൾക്കാനുമാവില്ല. ശബ്ദമില്ലാത്ത സൂക്ഷ്മ പ്രപഞ്ചത്തിൽ കഴിയുന്ന അവനെ ശബ്ദമില്ലാതെ വിടർന്നു നിന്നുകൊണ്ട് വർണ്ണങ്ങളുടെ ഭൂമി എല്ലായ്പ്പോഴും സുഖതമാക്കി പോന്നു. കേൾവിയില്ലെങ്കിലും വാഹനങ്ങളിൽ നിന്ന് മാറി നടക്കാനും മറ്റും നല്ല കഴിവായിരുന്നു. ക്വാറിയിൽ കരിങ്കൽപ്പാറ തകർക്കാനുള്ള വെടി പൊട്ടുമ്പോൾ ചുമ്മാതിരുന്ന് ഞെട്ടുന്നതു കാണാം. അവൻ ഇതൊക്കെ അറിയാൻ കഴിയുന്നതെങ്ങനെ? ആർക്കറിയാം? അച്ചോ, ഐമയിൽ കണ്ണൻ അതൊക്കെ എങ്ങനെ അറിയണത്? അതാണച്ചോ ഭൂമിയുടെ ടെക്നിക്ക്. നാരായണൻകുട്ടിക്ക് പക്ഷേ അതിൻ്റെ രഹസ്യമറിയാം. ആശുപത്രികളിലൊക്കെ ചാമിയാർ അവനെ കൊണ്ടു നടന്നിട്ടുണ്ട്. കോയമ്പത്തൂരിലെ പെരിയ ആസ്പത്രിയിൽ പോലും. ഡോക്ടർമാരെല്ലാം കൈയൊഴിയുകയായിരുന്നു.
എന്നാൽ ആയക്കുറിശി അവനെ ഒഴിവാക്കിയില്ല. അധിക പകർപ്പുകളുടെ തകരാറുകളോടെ തന്നെ അവൻ അംഗീകരിക്കപ്പെട്ടു. മലയപ്പൂതിക്ക് കോഴി വെട്ടുമ്പോഴും അയ്യപ്പൻ വിളക്കിന് വെളിച്ചപ്പാടുറയുമ്പോഴും കുട്ടിച്ചാത്തന് കലശമിടുമ്പോഴുമെല്ലാം അവനെ അവിടെ കാണാം. കാവശ്ശേരി പൂരത്തിനും അത്തിപ്പറ്റ വേലയ്ക്കും പോകുന്നവർക്കിടയിൽ അവനുണ്ടാകും. മീനഭരണിക്ക് ജീപ്പിൽ കയറി കൊടുങ്ങല്ലൂർക്ക് പോകും. എല്ലാവരും ചിരിക്കുമ്പോൾ ചിരിക്കും, കരയുമ്പോൾ കൂടെ ചേരും. എങ്കിലും അവനും ചില നിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കു നടന്നാലും അപരിചിതരോടൊപ്പം നടക്കില്ല. അത്തരക്കാർ കൊടുക്കുന്നത് ഒരിക്കലും വാങ്ങിക്കഴിക്കില്ല. കണ്ടമുത്തു ആയക്കുറിശിയിലേക്ക് കടന്നു വന്നതോടെയാണ് അവന് ശരിക്കും ഒരു ഡോക്ടറുടെ സേവനം കിട്ടുന്നത്. അവൻ്റേത് ട്രൈസോമിയുടെ തെളിഞ്ഞ കേസുകളിലൊന്നാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവുന്നതാണല്ലോ. അവിടെ ചികിത്സയെന്നത് തികഞ്ഞ പരിഗണന തന്നെയാണ്. അതാണ് കണ്ടമുത്തു അവനായി നൽകിപ്പോന്നത്. വിശ്വാസത്തിലെടുത്ത് അവനെ കൊണ്ട് പലതും ചെയ്യിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. ക്രമേണ പോരായ്മകൾക്കിടയ്ക്ക് അങ്ങിങ്ങായി ചില മാറ്റങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഉറക്കമില്ലാത്ത പകലുകളിൽ താൻ നിശബ്ദം നടത്തിയിരുന്ന കരച്ചിൽ അതോടെ ചാമിയാർ അവസാനിപ്പിച്ചു. ആ മയിൽക്കണ്ണനെയാണിപ്പോൾ കാണാതായിരിക്കുന്നത്. അവനെ പറക്കും തളിക കൊണ്ടുപോയതാണ്. കണ്ടമുത്തു പിറുപിറുത്തു. ആയക്കുറിശിയിലെ കുളങ്ങളിലും കിണറുകളിലും ക്വാറികളിലും എന്തിന് പൈപ്പിൻ ചുവട്ടിൽ പോലും തിരച്ചിൽ നടന്നു. തേടാനായി ബാക്കി ഇടങ്ങളൊന്നുമില്ലെന്ന സ്ഥിതിയായപ്പോൾ നാട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തു. കാര്യം എന്തുതന്നെയായാലും അവൻ ആയക്കുറിശി വിട്ടുപോകില്ലെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. വൈകുന്നേരം വരെ കണ്ടവരുണ്ട്. സന്ധ്യാനേരത്താണ് ആളെ കാണാതായിരിക്കുന്നത്. മുഖ്യപാതയല്ലാത്തതുകൊണ്ടു തന്നെ പാതയിൽ കണ്ട വാഹനങ്ങളെക്കുറിച്ച് മിക്കവർക്കും നല്ല തിട്ടമുണ്ട്. അപരിചിതമായ വാഹനങ്ങളെ കണ്ടവർ ആരുമില്ല. അപ്പോൾ ആ നിലക്ക് ചിന്തിക്കേണ്ടതില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കണ്ടമുത്തുവിനെയും കാണാനെത്തി. മയിൽക്കണ്ണന്റെ ഡോക്ടർ എന്ന നിലയിൽ എന്തെങ്കിലും കൂടുതലായി അറിയാമെന്നും കരുതിയായിരുന്നു അവരുടെ വരവ്. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകാനുള്ള സാധ്യതയില്ലെന്നും പരിചിതരോടൊപ്പമല്ലാതെ എങ്ങും പോകാറില്ലെന്നും കണ്ടമുത്തു സമ്മതിച്ചു. കാണാതായി 48 മണിക്കൂർ ആശങ്കയോടെ ചുമ്മാ കടന്നുപോയെന്നല്ലാതെ മയിൽക്കണ്ണൻ മടങ്ങി വന്നില്ല. പിറ്റേന്ന് ഡോക്ടർ സായാഹ്ന സവാരിക്കായി പുറത്തിറങ്ങുന്നതിനു തൊട്ടു മുൻപ് കാമ്പ്രച്ചപ്പള്ളിയിലെ അമ്മ വീട്ടിൽ നിന്ന് നാരായണൻകുട്ടി തിരിച്ചെത്തി. തീറ്റയ്ക്കും നീന്തിക്കുളിക്കും ശേഷം പതിവ് പോലെ അവൻ മുറ്റത്ത് ഫോളിനായി. അച്ചോ, മയിൽക്കണ്ണൻ എങ്ങണ്ടിക്ക് പോയിനും? അവൻ നടത്തത്തിനിടയിൽ ചോദിച്ചു. കുറേ വർഷങ്ങൾ കൂടുതൽ ഭൂമിയിൽ കഴിഞ്ഞുകൂടിയതിൻ്റെ ബലത്തിൽ കണ്ടമുത്തു എന്തെങ്കിലും ഒരു മറുപടി പറയാൻ സാധ്യതയുണ്ടെന്ന് അവൻ കരുതി കാണും. പറക്കും തളിക വന്നിങ്ങാണ്ട് പിടിച്ചു കൊണ്ടുപോയി ഉണ്ണിച്ചക്കോ, കണ്ടമുത്തു പറഞ്ഞു. എന്താ അച്ചോ, നിങ്ങ കൂട്ടം കൂടിയതിൻ്റെ ഒരു കൊടുമയാണ്. നാരായണൻകുട്ടി ഭ്രമിച്ചുപോയി. കണ്ടമുത്തു തൽക്കാലം കൂടുതലൊന്നും പറഞ്ഞില്ല. അന്ന് തുടക്കത്തിൽ തന്നെ അവർ നടന്നു നീങ്ങിയത് ക്രമം തെറ്റിച്ചുകൊണ്ടാണ്. പറക്കും തളിക വന്നിറങ്ങിയ കണ്ടത്തിനടുത്തേക്കായിരുന്നു. വശങ്ങളിൽ കൈതച്ചെടികളും വരമ്പുകളിൽ ഒറ്റപ്പെട്ട കരിമ്പനയുമായി കണ്ടം വിദൂര വിഷാദവുമായി അങ്ങനെ പരന്നുകിടന്നു. കൊയ്തുപോയ നെൽച്ചെടികളുടെ കുറ്റികളിൽ പുലരിമഞ്ഞ് അങ്ങിങ്ങായി ചില പൊടിപ്പുകളെ വളർത്തിയിട്ടുണ്ട്. ഇരിക്കുണ്ണിച്ചക്കോ. അദ്ദേഹം നെടിയ വരമ്പിൽ താഴേക്ക് കാലു തൂക്കിയിരുന്നു. കുട്ടിയോടും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് തനിക്കറിയാവുന്ന ആ രാജ്യാന്തര രഹസ്യം ഡോക്ടർ നാരായണൻകുട്ടി എന്ന കുട്ടിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. ഈ കഥ പഴക്കമുള്ളതാണ്. അതുകൊണ്ട് കുറച്ചു വർഷങ്ങൾക്കു പിന്നിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. ജോൺ ഇ മെർക്കിന്റെ പ്രഥമ ശിഷ്യനെന്ന പ്രബലതയോടെ ഹാർവാർഡിൽ പഠിപ്പിക്കുന്ന കാലം. സൈക്യാട്രി സംബന്ധമായ നിരവധി ക്ലാസുകളുടെയും പ്രഭാഷണങ്ങളുടെയും പരിവേഷത്തിളക്കം തലയ്ക്ക് പിന്നിൽ സ്ഥിരമായി ആലവട്ടം പിടിക്കുന്നുണ്ട്. ലോകത്തെവിടെ പോയാലും സ്വന്തം ഗരിമ തനിക്ക് മുന്നിൽ സഞ്ചരിച്ചെത്തുമെന്ന നിലയിലാണ് കാര്യങ്ങൾ. ആ ഇടയ്ക്കാണ് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി ചൈനയിൽ പോയത്. വിഷയം സ്കീസോഫ്രേനിയ ആയിരുന്നെങ്കിലും പൊതുവായ മനോതത്വ വിചാരങ്ങളെല്ലാം ഫലപ്രദമായി സ്പർശിച്ചുപോയ സെമിനാർ ആയിരുന്നു അതെന്നു പറയണം. മിക്കവാറും ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളെല്ലാം സന്നിഹിതരായിരുന്നു. പങ്കെടുത്തവരിൽ കൂടുതൽ പേരെയും സെമിനാർ സന്തോഷിപ്പിക്കുകയാണുണ്ടായതെങ്കിൽ എൻ്റെ നില തികച്ചും വ്യത്യസ്തമായിരുന്നു.
അതിനകത്ത് വമ്പൻ ഗൂഢാലോചനയും രാജ്യാന്തര ഉപജാപവും പ്രവർത്തിക്കുന്നുണ്ടെന്ന് എന്തുകൊണ്ടോ എനിക്ക് തോന്നി. അവിടത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കൃത്യമായി പറഞ്ഞാൽ സംഘാടനത്തിന്റെ ഉത്തരവാദിത്വം വഹിച്ചത്. സൈക്യാട്രി കോൺഫറൻസുകൾ വൈറോളജിക്കാർ സംഘടിപ്പിക്കുന്നതിൽ തികഞ്ഞ വൈചിത്ര്യമില്ലേ? സ്വന്തം കണ്ടെത്തലുകൾ വ്യാഖ്യാനിക്കുന്ന സെഷനുകൾ തന്ത്രപൂർവം അവസാനത്തേക്ക് നീക്കിവെച്ച് മറ്റു ലോകരാജ്യങ്ങളിൽ എന്തു നടക്കുന്നുവെന്ന കണക്കെടുപ്പ് നടത്തുകയായിരുന്നു സത്യത്തിൽ അവർ. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ ഔഷധ രഹസ്യങ്ങളും മറ്റും അവർ തുടക്കത്തിൽ തന്നെ കൈക്കലാക്കി. അവരുടെ പ്രൊഫസർമാർ എന്തു പറയുന്നുവെന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരുന്നവർ ഒരുപാടുണ്ടായിരുന്നു. അത്തരക്കാർക്ക് നിരാശ പറ്റും വിധമായിരുന്നു പക്ഷേ അന്തിമഘട്ടത്തിൽ കാര്യങ്ങൾ കലാശിച്ചത്. അത്യപൂർവമായൊരു കൊടുങ്കാറ്റ് ദക്ഷിണ ചൈന കടലിൽ രൂപം കൊണ്ടതായി വാർത്തകൾ പൊട്ടിപ്പുറപ്പെട്ടത് പൊടുന്നനെയാണ്. തീരത്തോടടുത്ത തെക്കൻ ചൈനയെ ഭാഗികമായും വടക്കു പടിഞ്ഞാറൻ ദ്വീപ് സമൂഹങ്ങളെ മൊത്തമായും ബാധിച്ചേക്കാവുന്ന പ്രചണ്ഡമായ ഒരു കൊടുങ്കാറ്റാണ് കടന്നു വന്നത്. അതിന് സ്ഥിരീകരണം ലഭിച്ചതോടെ സെമിനാർ പൊടുന്നനെ അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു. താമസിക്കുന്ന ഹോട്ടലിനകത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ മിക്കവരും നടുങ്ങി. എന്നാൽ അത് ഹോട്ടലിനകത്തു മാത്രമായിരുന്നു. ശാന്തമായ പുറം ലോകത്തെ അങ്ങനെ തന്നെ നിലനിർത്തി ഊതി വീർപ്പിക്കപ്പെട്ട വാർത്തകൾ ഉപയോഗിച്ച് ശരിക്കും ഞങ്ങളെ തുരത്തുകയായിരുന്നു അവർ. ഈ രഹസ്യം തിരിച്ചറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. ഒരുപക്ഷെ സെമിനാറിൽ പങ്കെടുത്തവരിൽ ചിലർക്കെങ്കിലും അതിനുശേഷം കാര്യങ്ങൾ ഒട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവാം. പക്ഷേ കാര്യമെന്ത്? അപ്പോഴേക്കും അവരുടെ ചികിത്സാ രീതികൾ അത്രയും കൊള്ളയടിക്കപ്പെട്ടു കഴിഞ്ഞുവല്ലോ. അവിടെ ചീനക്കാരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോയത് ഞാൻ ഒരാൾ മാത്രമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൃത്യമായ ടാർജറ്റ് ആവുന്നത്. അതേ തുടർന്ന് സംഭവിച്ചതെല്ലാം വെളിപ്പെടുത്തിയാൽ ലോകത്താരും വിശ്വസിക്കില്ലെന്നുറപ്പാണ്. അതിന്റെ ശരിയായ കാരണം നടന്ന സംഭവങ്ങളുമായി തങ്ങളെ കൂട്ടിയിണക്കാനുള്ള യാതൊരു കണ്ണിയും ഒരിക്കൽ പോലും ചീനക്കാർ വിട്ടുവെച്ചിട്ടില്ലെന്നുള്ളതാണ്. സെമിനാർ കഴിഞ്ഞ് തിരിച്ചെത്തിയതിന്റെ പിറ്റേന്നു മുതൽ ശത്രുവിന്റെ നിഴലാട്ടങ്ങൾ എന്റെ ജീവിതത്തിനു ചുറ്റും മിന്നാൻ തുടങ്ങി. മിടുക്കന്മാരായ എന്റെ ശിഷ്യന്മാർ ഓരോരുത്തരായി കൊല്ലപ്പെടാൻ തുടങ്ങിയതോടെയാണ് ശരിക്കും അത് വെളിപ്പെട്ടത്. അവരുടേത് ക്രൂരമായ കൊലപാതകങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ഒരേയൊരാൾ ഞാൻ മാത്രം. എന്നാൽ കൊലപാതകങ്ങളിൽ ഒന്നുപോലും അന്വേഷണത്തിന്റെ തുമ്പത്തെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാത്ത വിധം നടത്തിയെടുക്കുന്ന പഴുതില്ലാ പണികളായിരുന്നു അതെല്ലാം. അതോടെ ശരിക്കും ഞാൻ തളർന്നു. ശത്രുവിന്റെ പ്രഹരം അവിടെയും അവസാനിച്ചില്ല. അവരുടെ അടുത്ത നീക്കം എന്റെ രോഗികളുടെ നേർക്കായിരുന്നു. മറ്റൊരു വിധത്തിലാണ് അവർ അവിടെ പ്രവർത്തിച്ചത്. രോഗികളെ ആരെയും കൊന്നില്ല, പകരം തട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഒരിക്കലും അവരെ ലോകത്താരും കണ്ടിട്ടില്ല. വിചിത്രമായ രണ്ടു സംഗതികൾ അതിനു പിന്നിലുണ്ടായിരുന്നു. ഒന്ന്, കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളോടെയാണ് അവരെയൊക്കെ പൊക്കിയെടുത്തത്. രണ്ട്, രോഗി നഷ്ടപ്പെട്ടതിന്റെ അന്നേ ദിവസം രാത്രി തന്നെ എന്റെ മേശവലിപ്പിൽ നിന്ന് അവന്റെ കേസ് ഡയറി മോഷ്ടിക്കപ്പെടും. അങ്ങനെ എനിക്ക് അമേരിക്കയിലെ ജീവിതം മതിയായി. തിരികെ ഇന്ത്യയിലെത്തി ഡൽഹിയിൽ പ്രാക്ടീസുമായി കഴിയാൻ തുടങ്ങിയതോടെയാണ് അല്പം സമാധാനമൊക്കെ കിട്ടിയത്. എന്നാൽ അതേറെ കാലം തുടർന്നില്ല. ഒരു നാൾ സമ്പന്നനായ രോഗികളിലൊരാൾ ഗ്രേറ്റർ നോയിഡയിൽ വച്ച് അപ്രത്യക്ഷനായതോടെ സമാധാന നാളുകൾക്ക് അവസാനമായി. എന്നെ കണ്ടതിനു ശേഷം സ്വന്തം താമസസ്ഥലത്തേക്ക് മടങ്ങും വഴിയായിരുന്നു അയാളുടെ തിരോഭാവം. വമ്പൻ പോലീസ് അന്വേഷണമായിരുന്നു നടന്നത്. പക്ഷേ അയാളെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം. ക്രമേണ എൻ്റെ രോഗികളിൽ പലരും കാണാതായവരുടെ പട്ടികയിൽ കയറാൻ തുടങ്ങി. പൂർണ്ണമായി വഴിമുട്ടിയെന്നു മനസ്സിലായപ്പോഴാണ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ബ്ലോക്ക് ബിൽഡിംഗിലേക്ക് കയറി ചെല്ലുന്നത്. ഭാര്യ അഞ്ജലിയെ കാണുക മാത്രമല്ലായിരുന്നു ഉദ്ദേശ്യം. ജോയിന്റ് സെക്രട്ടറിമാരിൽ ചിലരുടെ കൂടി സഹായത്തോടെ ഞങ്ങൾ റോവിലെ വിദേശകാര്യത്തിന്റെ അന്വേഷണ ചുമതലയുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ രഹസ്യമായി സന്ദർശിച്ചു. കാര്യങ്ങളെല്ലാം ഒട്ടൊക്കെ വ്യക്തമായി തന്നെ അവരെ ധരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. രഹസ്യാന്വേഷണവും നല്ല നിലയിൽ തന്നെ നടന്നു. എന്നാൽ ചൈനയുടെ പങ്ക് തെളിഞ്ഞതേയില്ല.
യാതൊരുവിധ ഗൂഢാലോചനയും ഉപജാപവും മണത്തറിയാനുമായില്ല. മനുഷ്യ സാധ്യമല്ലാത്തത് യാതൊരു രാജ്യത്തിനും ചെയ്യാനാവില്ലല്ലോ പ്രൊഫസർ, അവർ ഉപസംഹരിച്ചു. അതോടെ മനസ്സുമടുത്ത് ഞാൻ ആയക്കുറിശിയിലേക്കു തിരിച്ചു വന്നു. ചീനക്കാരെങ്ങനെയാണ് മനുഷ്യസാധ്യമല്ലാത്തത് ചെയ്തു വിജയിപ്പിക്കുന്നത്? നാട്ടിലെത്തിയിട്ടും ഈ ചിന്ത വിട്ടുമാറിയില്ല. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കുറപ്പായി. അവർക്ക് അന്യഗ്രഹ ജീവികളുമായി നേർബന്ധമുണ്ട്. ചൈനയ്ക്കു വേണ്ടി അവരാണ് ഇറങ്ങിക്കളിക്കുന്നത്. ശരിക്കും അവരാണ് തളികയിൽ കയറ്റി മയിൽക്കണ്ണനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ സത്യം ഇതാണെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കോട്ടായി സ്റ്റേഷനിലെ SI പോലും നെറ്റിച്ചൊളിക്കും. ഇനി ഇതെല്ലാം തെളിയിക്കണമെങ്കിൽ വിപുലമായ അന്വേഷണങ്ങൾ ആവശ്യമായി വരും, ധാരാളം ഏജൻസികളുടെ സേവനവും. അക്കാര്യത്തിൽ എപ്പോഴേ ഞാൻ അശക്തനാണ്. അച്ചോ, ആ തൂമക്കണ്ണന്മാര് നമ്മളുടെ മയിൽക്കണ്ണനെ എവിടെ പിടിച്ചു വെച്ചിരിക്കണത്? എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നാരായണൻകുട്ടി ചോദിച്ചു. ചുറ്റിനും നോക്കി ആരും കേൾക്കുന്നില്ലെന്നുറപ്പിച്ചതിനു ശേഷം കണ്ടമുത്തു മറുപടി പറഞ്ഞു. ഡാ ഉണ്ണിച്ചക്കോ, അത് കളുക്ക് സെക്ഷൻ 3 എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരു സ്ഥലമുണ്ട്. അവിടെയാണ്ടാ എല്ലാരിനെയും പിടിച്ചു വെച്ചിരിക്കണത്. നമ്മ എന്ത് കാട്ടാനാണ് നിങ്ങ അത് പറയണച്ചോ? സെക്ഷൻ 3 എന്നൊരിടം ചൈനയുടേതായി ബഹിരാകാശത്തു സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന രഹസ്യം ലോകത്തൊരാളോട് ആദ്യമായി വെളിപ്പെടുത്തുകയായിരുന്നു ഡോക്ടർ. കൃത്യമായി അതെവിടെയാണെന്ന് പക്ഷേ അദ്ദേഹത്തിനും അറിയില്ല. മറ്റൊരു ഉപഗ്രഹത്തിനും തിരിച്ചറിയാനാവാത്ത അജ്ഞാതമായൊരു പരിക്രമണ പാതയിൽ അത് നിലനിൽക്കുന്നു, അഥവാ ചലിക്കുന്നു. ഇടത്താവളമെന്ന നിലയിൽ അവിടം ഉപയോഗിച്ചുകൊണ്ടാണ് പറക്കും തളികകൾ ഭൂമിയിൽ പര്യടനം നടത്തുന്നതെന്ന് ഇപ്പോൾ ഡോക്ടർക്ക് ഉറപ്പായി. അവിടെ ഇരുന്നു കൊണ്ട് ഭൂമിയെ തന്നെ നിയന്ത്രിക്കാനായിരിക്കണം ചൈനക്കാരുടെ പദ്ധതി. ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ അറിവുകളുടെയും രഹസ്യങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് അന്യഗ്രഹ ജീവികൾ ചൈനക്കാർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ അറിവുകളുടെയും ശേഖരം നോഹയുടെ പെട്ടകത്തിൽ എന്ന വണ്ണം ചൈനക്കാർ അവിടെ കൂട്ടിവെക്കുന്നു. മനുഷ്യവർഗത്തിന്റെ അത്തരം സഞ്ചിതമായ അറിവുകളെ ആഴത്തിൽ പഠിച്ച് അതിനെ തുരങ്കം വെക്കാനുള്ള സജ്ജീകരണങ്ങൾ അന്യഗ്രഹ ജീവികൾ അപ്പോഴപ്പോൾ അവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്നുമുണ്ടായിരിക്കണം. ശരിക്കും ഇതാണ് നടക്കുന്നത്. ആരോഗ്യത്തിന്റെ വിവരങ്ങൾ മുഴുവൻ കയ്യിൽ കിട്ടിയെന്നിരിക്കട്ടെ, അന്നേരം തളികാ ജീവികൾ അതിനെതിരെ രോഗത്തിന്റെ ബീജങ്ങൾ നിർമ്മിക്കും. നാം മരുന്നിന്റെ പുതിയ കൂട്ടുകൾ കണ്ടെത്തി ആവിഷ്കരിച്ചാൽ തങ്ങളുടെ രോഗകീടങ്ങളെ അവർ പരിഷ്കരിക്കും. രോഗങ്ങൾ പരത്താനുള്ള അണുക്കളെ ചൈനക്കാർ മെഡിക്കൽ റെപ്രസെന്റേറ്റീവുകളെ ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രികളിൽ വിതറുകയാണെന്നായിരുന്നു ഡോക്ടറുടെ ആദ്യകാല സംശയം. ഇപ്പോൾ അതിനുപോലും ഉത്തരമായി. അവർ അതത്രയും തളികകൾ വഴിയായി ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. സൈക്യാട്രിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതികൾ കൈക്കലാക്കാൻ ഇതേവരെ കഴിയാത്തതുകൊണ്ടായിരിക്കാം സെക്ഷൻ 3 കൊണ്ടുപോയി അവരുടെ ശരീരത്തിൽ നിന്ന് രഹസ്യം വേർതിരിച്ചെടുക്കാൻ വേണ്ടി അനവധി പരീക്ഷണങ്ങൾ നടത്തും. അതിനാണ് അവർ ഓരോ രോഗികളെയും തട്ടിക്കൊണ്ടു പോകുന്നത്. ഇനിയും അവർക്കത് കണ്ടെത്താനായിട്ടില്ലെന്നതിന്റെ ശരിയായ തെളിവാണ് മയിൽക്കണ്ണന്റെ തിരോധാനം. അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അച്ചോ, നിങ്ങളിൻ്റെ ആ രോഗികളിനെ കാപ്പാത്താൻ ഞാൻ പൊയ്ക്കളയാ. നാരായണൻകുട്ടി സ്വമേധയാ മുന്നോട്ട് വന്നു. കൊറോണ വൈറസ് കടന്നുവന്ന് പള്ളിക്കൂടങ്ങളെ വീടുകളിലേക്ക് ചുരുക്കിയതുകൊണ്ട് അവന്റെ കൈവശം ധാരാളം സമയമുണ്ടായിരുന്നു. സെക്ഷൻ 3 പോകാനുള്ള വാഹനം ഈ ഭൂമിയിൽ എവിടെ തിരിഞ്ഞാലും കിട്ടുകയില്ലല്ലോ. ചൈനക്കാർക്കു പോലും അവിടേക്ക് പ്രവേശനമുണ്ടാവാൻ വഴിയില്ല. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് സാധിച്ചെടുക്കാൻ തളികയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുകയല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല. തളികയിൽ കയറിപ്പറ്റുന്ന കാര്യമോർത്തപ്പോൾ നാരായണൻകുട്ടി 3 വട്ടം സമ്മതമറിയിച്ചു. വിമാനത്തിൽ കയറുകയെന്നത് മറ്റേതൊരു കുട്ടിയെയും പോലെ അവനും ഒരു സുഖസ്വപ്നമായിരുന്നു. എന്നാൽ യാത്രയ്ക്ക് അതും പോരായിരുന്നു. അതിന് ആദ്യമായി അവൻ കണ്ടമുത്തുവിന്റെ രോഗിയാണെന്ന് വരുത്തിക്കൂട്ടുകയും വേണം. അക്കാര്യം പക്ഷേ എളുപ്പമാണ്, കാരണം അവൻ നിത്യേന തമ്മിൽ കാണുന്നതാണല്ലോ. അത് പരിശോധനക്കാണെന്ന് വരുത്തിക്കൂട്ടുകയേ വേണ്ടു. വിശ്വാസ്യതയ്ക്കായി ഡോക്ടർ നൽകുന്ന ഏതാനും ഗുളികകൾ കൂടി വിഴുങ്ങണമെന്നു മാത്രം. അവനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം തീർത്തും ലളിതമായിരുന്നു. സെക്ഷൻ 3 ഡോക്ടറുടെ രോഗിയെന്ന നിലയിൽ അവൻ എത്തിപ്പെടേണ്ടത് ചീനക്കാരുടെ ആവശ്യമായതുകൊണ്ട് അക്കാര്യം എളുപ്പമാകും. എന്നാൽ അവിടെ എത്തരത്തിൽ പെരുമാറണം?
അതിനുള്ള വഴികളെ ചൊല്ലി പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും അവന് കിട്ടിയതുമില്ല. അന്യഗ്രഹ ജീവികളോട് എങ്ങനെ ഇടപെടണമെന്ന് ആർക്കാണ് തിട്ടം? അവിടെയാണ് നാട്ടിൻപുറത്തുകാരന്റെ സഹജാവബോധം ഗുണം ചെയ്യുകയെന്ന് ഡോക്ടർ കണക്കുകൂട്ടിയിട്ടുണ്ടാവും. സമകാലികനായ നാഗരികന് ഒരിക്കലും അത്തരം സന്ദർഭങ്ങളിൽ വിജയിക്കാനാവില്ലെന്ന് അദ്ദേഹത്തിനറിയാം. നാഗരികന്റെ വൈഭവങ്ങൾ തന്നെ അവിടെ അവനെ അയോഗ്യനാക്കും. മയിൽക്കണ്ണനെ എന്നല്ല, തനിക്ക് രക്ഷിച്ചെടുക്കേണ്ട എല്ലാ മനുഷ്യരുടെ പേരുകളും രൂപവും യാത്രയ്ക്ക് മുന്നോടിയായി നാരായണൻകുട്ടി മനഃപാഠമാക്കി. വിദേശികളുടെ രൂപങ്ങൾ വശത്താക്കാൻ മാത്രമാണ് അല്പം ബുദ്ധിമുട്ടിയതെന്നു പറയാം. ചിത്രവും പേരും പറഞ്ഞും ചോദിച്ചും പഠിപ്പിക്കുകയായിരുന്നു ഡോക്ടറുടെ രീതി. ആദ്യമെല്ലാം ചിത്രം കാണുമ്പോൾ അവൻ ഇത് വെള്ളക്കാരൻ എന്നു മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പോകെ പോകെ അവൻ അവരിൽ ഓരോരുത്തരെയും പേരു ചൊല്ലി വിളിക്കാമെന്ന നിലയായി. അച്ചോ, ചാമുണ്ണിയച്ഛന്റെ ചേറ്റകത്തി വേടിച്ചാലോ? നാരായണൻകുട്ടി ചോദിച്ചു. ഓ, അതെന്തിനാണ്ടാ തലമുറിയ? ഡോക്ടർ ചോദിച്ചു. ആയുധത്തിനാണെന്ന് കുട്ടി വിശദമാക്കി. അതിനായി ഡോക്ടർ മറ്റൊരു സാധനം കണ്ടുവച്ചിരുന്നു. അത്തരം മനുഷ്യനിർമ്മിതമായ ആയുധങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താവുന്നവരായിരിക്കില്ല അന്യഗ്രഹ ജീവികളെന്ന് അദ്ദേഹത്തിനറിയാം. യാത്രയ്ക്കായി ഇറങ്ങുന്നതിനു തൊട്ടു മുൻപ് അത്തരം ജീവികൾ ഭയക്കാനിടയുള്ള ഒരു സാധനം അദ്ദേഹം അവന്റെ കൈകളിൽ വെച്ചുകൊടുത്തു. ഒരു ചെമ്പരത്തിപ്പൂ. ഓ, എന്താച്ചോ, ഇതുകൊണ്ട് തളകന്റെ ഉള്ളിലെ ജീവികളെ ഞാൻ എന്ത് കാട്ടാനാണ്? ഞാൻ എന്താ കള്ളും കുപ്പിയോ? കള്ളിൻ കുപ്പിയെ ആണല്ലോ ചെമ്പരത്തിപ്പൂ കൊണ്ട് അലങ്കരിക്കുന്നത്. മുണ്ടിന്റെ മകനെ, തളികന്റെ ഉള്ളിൽ കേറിയ ചെമ്പരത്തിപ്പൂവ് എടുത്താങ്കണ്ട് ഒരൊറ്റ തടവല്. ഏത് ആയി തൂമുകള് പിന്നെ ഒരൊറ്റ അടി അനങ്ങില്ല. വാത്സല്യത്തോടെ കണ്ടമുത്തു പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഒരു ദിവസം നാരായണൻകുട്ടി യാത്രക്കായി പടിയിറങ്ങി. രാസാവിനോടോ അവന്റെ അമ്മ തത്തയോടോ നാരായണൻകുട്ടിയുടെ യാത്രയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞിരുന്നില്ല. സാധാരണയായി ഇത്തരം ജീവൻമരണ വിഷയങ്ങളിൽ ബന്ധപ്പെടുന്നവർ താൻ പങ്കെടുക്കുന്ന മിഷന്റെ വിവരങ്ങൾ കുടുംബവുമായി പോലും പങ്കുവയ്ക്കരുതെന്നാണ് നിയമം. മാത്രവുമല്ല, ഇത് രാജ്യത്തെ തന്നെ രക്ഷിക്കാനുള്ള വിധി നിർണായകമായ യുദ്ധവുമാണ്. കുട്ടിയാവട്ടെ തോലനൂർക്ക് ബസ്സിൽ പോയി അടുത്ത ബസ്സിനു തന്നെ മടങ്ങിയെത്താവുന്നതുപോലെ എന്തോ ഒരു കാര്യത്തിലാണ് താൻ ഇടപെടുന്നതെന്ന വിശ്വാസത്തിലുമായിരുന്നു. അന്നുവരെ പിടിച്ചെടുക്കപ്പെട്ടവരെയെല്ലാം സെക്ഷൻ 3-യിൽ നിന്ന് ഒറ്റയടിക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ നാരായണൻകുട്ടിയെപ്പോലൊരു കുട്ടിക്ക് കഴിയുമെന്ന് ഡോക്ടർക്ക് പക്ഷേ ഉറപ്പായിരുന്നു. അഥവാ നിർമ്മലമായ ചെമ്പരത്തിപ്പൂവുമായി നിഷ്കളങ്കനായി കടന്നു ചെല്ലുന്ന അവനെപ്പോലൊരു കുട്ടിക്ക് മാത്രമേ അതിനു സാധിക്കുകയുള്ളൂ. കൂടുതൽ നിർദ്ദേശങ്ങളൊന്നും ഡോക്ടർ അവന് നൽകിയിരുന്നില്ല. അവരുമായി ആശയവിനിമയത്തിനൊന്നും സാധ്യതയില്ലാത്ത സ്ഥിതിക്ക് ഒരു ചെമ്പരത്തിപ്പൂ തന്നെ ധാരാളം. അതുമായി മുന്നോട്ടു നടന്നാൽ അവനു മുന്നിൽ തുറക്കാത്ത വാതിലുകളൊന്നും ഉണ്ടാവില്ല. തടവുകാരുടെ എണ്ണം അദ്ദേഹം കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. അതിലുമധികം മനുഷ്യർ അതിനകത്തുണ്ടെങ്കിൽ അവരെ കൂടി കൂട്ടിക്കൊണ്ടുവരുന്നതിൽ സന്തോഷമേ ഉള്ളുവെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. തിരിച്ചുവരാനായി അവരുടെ പറക്കും തള്ളികയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്നത് മറക്കരുത്. മടക്കയാത്രയിലും ചെമ്പരത്തിപ്പൂ തന്നെയായിരിക്കണം നമ്മുടെ തട. കൈതക്കാടിനോരം പറ്റി ഒറ്റപ്പനയെ വരമ്പിൽ ചൂടി നിൽക്കുന്ന കണ്ടത്തിനു നടുവിൽ വൈകുന്നേരത്ത് കുട്ടിയെ ഇറക്കി നിർത്തുകയായിരുന്നു യാത്രയുടെ ആദ്യ പടി. അതല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലല്ലോ. കണ്ടമുത്തു വരമ്പിനു പിന്നിൽ മറഞ്ഞിരുന്നു. പറക്കും തളിക പറന്നെത്തുമെന്നു തന്നെ അദ്ദേഹം കുട്ടിയോട് പറഞ്ഞു. അയന പ്രത്യേകത കൊണ്ട് നേരത്തെ അസ്തമിക്കുന്ന സൂര്യൻ പടിഞ്ഞാറൻ വാനത്തെ മറച്ചു പിടിച്ചു നിൽക്കുന്ന ചൂലനൂർ കാടുകൾക്കു പിന്നിൽ തൂങ്ങിയിറങ്ങി. കരിവാരി തേച്ചതുപോലെ അടിവാനത്ത് തൂങ്ങി നിൽക്കുന്ന മേഘങ്ങളുടെ ഏതാനും സംഘങ്ങൾ ഉണ്ടായിരുന്നതൊഴിച്ചാൽ വാനം മിക്കവാറും ഒഴിഞ്ഞു തന്നെ കിടന്നു. മറവിലിരുന്നു കൊണ്ട് സൂര്യൻ പലമാതിരി വെളിച്ചങ്ങളെയെടുത്ത് മേഘങ്ങളിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളക്കമില്ലാത്ത രാക്കാറ്റ് നീങ്ങാൻ ആരംഭിച്ചു. ഇരുട്ട് മെല്ലെ കടന്നെത്തുന്നുണ്ട്. ശുക്രൻ ഉദിക്കാൻ ഏറെ നേരമൊന്നും വൈകില്ല. കാൽ കഴച്ചതുകൊണ്ടാവണം കുട്ടി കണ്ടത്തിൽ കൊന്തിച്ചിരുന്നു. അവനിടയ്ക്കിടെ ഡോക്ടറെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അതല്ലാത്തപ്പോഴെല്ലാം അവന്റെ നോട്ടം ആകാശത്തേക്കാണ്. നിറപ്പകർച്ചയുടെ കുടമാറ്റത്തിനു ശേഷം ആകാശം ഇരുളാൻ ആരംഭിച്ചിട്ടുണ്ട്. അവിടെയാകട്ടെ ചലിക്കുന്ന വെളിച്ചങ്ങളൊന്നും തൽക്കാലം കണ്ടതുമില്ല. കാത്തിരിക്കെ നേരം നല്ലവണ്ണം ഇരുണ്ടു. മയിലുകളുടെ കൂവലുകൾ ചുറ്റും കേൾക്കുന്നു. അവ രാത്രിയിലേക്ക് മടങ്ങിപ്പോകുകയാണ്.
അച്ചോ, കുട്ടി വിളിച്ചു. എവിടെ? അവരെന്നെ കാണാനില്ല. അന്നത്തെ ശ്രമം അവസാനിച്ചു. അതോടെ കുട്ടിക്കെങ്കിലും ഒരു കാര്യം ബോധ്യപ്പെട്ടു. തളിക വരുമ്പോൾ വരും, അല്ലാതെ മറ്റു വഴികൾ ഏതുമില്ല. എന്നാൽ ഏതു സമയത്തും യാത്രക്കൊരുങ്ങി നിൽക്കുന്നതുപോലെയാണ് കുട്ടി പിറ്റേന്നു മുതൽ പെരുമാറിയത്. കൂട്ടുകാർക്കൊപ്പം പുളിന്തണലിൽ ഗോട്ടി കളിക്കുമ്പോഴും മലയപ്പോതിയുടെ കുന്നിനു മുകളിലേക്ക് ആടുകളെ മേയ്ക്കാൻ പോകുമ്പോഴും അനിയൻകുട്ടിയെ കൊഞ്ചിക്കുമ്പോഴുമെല്ലാം അവന്റെ ഒരു കണ്ണ് ആകാശത്തേക്കായിരുന്നു. കഴുകിയ കിണ്ണം പോലെ വെടിപ്പായി കിടന്ന ആയക്കുറിശിയുടെ ആകാശത്ത് നേരിയ മേഘങ്ങളുടെ താരയല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ദിവസങ്ങൾ മുന്നോട്ടു നീങ്ങും തോറും താൻ സൂക്ഷിച്ചുവെച്ച രഹസ്യം ആരോടെങ്കിലും പറയാതെ വയ്യെന്ന നിലയായി. അമ്മയോടോ അപ്പനോടോ പറയാൻ പറ്റില്ലല്ലോ. അനിയൻ കുട്ടിക്കാണെങ്കിൽ 2 വയസ്സുപോലും തികഞ്ഞിട്ടില്ല. അവൻ എന്തറിയാനാണ്? എങ്കിലും ആദ്യമായി രഹസ്യം വെളിപ്പെടുത്തിയത് അവനോടാണ്. ഡാ കുട്ടിച്ചക്കോ, ഏട്ടാ സെക്ഷൻ 3യിലേക്ക് പറക്കാൻ പോണു. നീ ആരിനോടും പറയരുത് കെണ്ടാ. അവനൊന്നും തിരിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ രഹസ്യം പങ്കുവച്ചതിന്റെ അയവ് നാരായണൻ കുട്ടിക്കുണ്ടായില്ല. അപ്പോൾ അവൻ അതെല്ലാം തന്റെ ഉറ്റ ചങ്ങാതിയോട് പറഞ്ഞു. മലയപ്പോതിയുടെ കുന്നിനു മുകളിൽ കല്ലുരുട്ടി കളിക്കുകയായിരുന്നു അന്നേരം അവർ. ഡാ കണ്ണൻകുട്ടിയെ, ഞാൻ സെക്ഷൻ 3യിലേക്ക് പറക്കാൻ പോണു, അവൻ പൊടുന്നനെ വെളിപ്പെടുത്തി. അത് എവിടെ സ്ഥലം? കണ്ണൻകുട്ടി ചോദിച്ചു. അതെവിടെയാണെന്ന് നാരായണൻ കുട്ടിക്കും തിട്ടമുണ്ടായിരുന്നില്ലല്ലോ. ഇനി പറഞ്ഞെങ്കിൽ തന്നെ കണ്ണൻകുട്ടിക്ക് മനസ്സിലാവാനും പോകുന്നില്ല. കോട്ട മൈതാനവും മലമ്പുഴയുമായിരുന്നു അവന്റെ അതിർത്തികൾ. അതിനപ്പുറം എന്താണെന്ന് അവനറിയില്ല. ആടുകളുമായി കുന്നിറങ്ങി ക്വാറിയുടെ അരികുപറ്റി നടന്നു വരുമ്പോൾ നാരായണൻകുട്ടി യാത്രയെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണൻകുട്ടി പിന്നെയും ചോദിച്ചത് അതെവിടെയെന്നാണ്. അതോടെ അവർക്കിടയിൽ അതിനിട്ട പാലം അങ്ങോട്ട് മുറിഞ്ഞു. പുറത്തേക്കിറങ്ങി വരുമ്പോഴെല്ലാം നാരായണൻകുട്ടി കൈവശം കരുതാറുള്ള ചെമ്പരത്തിപ്പൂവിന്റെ ഉണ്മ എന്താണെന്നു പോലും കണ്ണൻകുട്ടിക്ക് അറിയണമെന്നില്ല. സായാഹ്ന നടത്തത്തിനോടൊപ്പം അവനും ഡോക്ടറും കണ്ടത്തിലെ കാത്തിരിപ്പ് തുടർന്നു. ചൂലനൂർ കുന്നുകളുടെ മറവിൽ സൂര്യൻ താഴുന്നതുവരെ. കുട്ടി കണ്ടത്തിനു നടുവിലും ഡോക്ടർ വരമ്പിനു പിന്നിൽ കൈതക്കാടിന്റെ മറവിലും. സിഗ്നൽ എന്ന നിലയിൽ പൊട്ടിയ കണ്ണാടി കഷണം അവർ കണ്ടത്തിനു നടുവിൽ സ്ഥാപിച്ചു. അതിന്റെ പ്രതിഫലനം അതേ അർത്ഥത്തിൽ അന്യഗ്രഹ ജീവികൾ തിരിച്ചറിയുമെന്നു തന്നെയായിരുന്നു കണ്ടമുത്തുവിന്റെ ഉറപ്പ്. പോകെ പോകെ അദ്ദേഹം കിടന്നുകൊണ്ട് തന്റെ കാത്തിരിപ്പ് പരിഷ്കരിച്ചു. അങ്ങനെ ആവുമ്പോൾ ആകാശത്തിന്റെ മുഴുവൻ കാഴ്ചയും സാധ്യമാകുമെന്നായിരുന്നു മെച്ചം. നക്ഷത്രങ്ങളുമായി മെല്ലെ വിരിഞ്ഞുവരുന്ന ആകാശത്തേക്ക് നോക്കി മലർന്നു കിടക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം തന്നെപ്പോലും മറക്കാൻ തുടങ്ങിയിരിക്കുമെന്ന് നാരായണൻകുട്ടി വിചാരിച്ചു. ഓ, എന്താ അച്ചോ, എവിടെ? ചീനക്കാരിനെ കാണാനില്ല. നാരായണൻകുട്ടി പരിതപിക്കും. അവര് വരും ഉണ്ണിച്ചക്കോ, കണ്ടമുത്തു സമാധാനിപ്പിക്കും. ഗന്ധർവ വിഹാരങ്ങളിലിരുന്ന് തന്റെ രോഗികൾ എന്തു ചെയ്യുകയായിരിക്കുമെന്നായിരിക്കാം കണ്ടമുത്തുവിന്റെ ചിന്ത. തലച്ചോറിലേക്ക് ചോരയുമായി പോകുന്ന അനേകം കുഴലുകളിലൂടെ താൻ മരുന്നുകളുമായി ഊളിയിട്ടു നീങ്ങിയതിന്റെ ഓർമ്മകൾ ജലത്തിൽ മീനെന്നോണം കണ്ടമുത്തുവിനെ ഉരുമ്മിക്കിടന്നു. നീന്തുമ്പോൾ ലിത്തിയത്തിന്റെയും സിങ്കിന്റെയും ഒക്കെ വർണ്ണഭിത്തികളിൽ മേനി തടയുന്നുണ്ട്. ചെതുമ്പലുകളുടെ അതിർരേഖകൾ പോലെ കോശഭിത്തികൾ, അവയ്ക്കിടയിലെ വിദ്യുസ്ഫുലിംഗങ്ങൾ. കയറി വരൂ എന്ന് നിലവിളിച്ച് താൻ ചൂണ്ടിക്കാണിച്ച കരകളെല്ലാം സത്യത്തിൽ കരകളായിരുന്നു. ആർക്കറിയാം, അവർ കയറി വന്നുവോ, അഥവാ എവിടേക്കാണ് താൻ അവരെയൊക്കെ കൊണ്ടുപോയത്? അന്നുതന്നെ അവരെല്ലാം കാണാതെ പോയവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരായിരുന്നില്ലേ? അവരുടെ ചോരക്കുഴലുകളിലൂടെ നീന്തി നീങ്ങുമ്പോൾ ചിലപ്പോഴെങ്കിലും അതിദ്രുതം മിടിക്കുന്ന ഒരിടം താൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായിരുന്നുവോ സത്യത്തിൽ സെക്ഷൻ 3? പൊടുന്നനെയാണ് ഡോക്ടർ ആ കാഴ്ച കണ്ടത്. തിരിഞ്ഞു ചുറ്റുന്നൊരു പറക്കും തളിക ആയക്കുറിശിയുടെ ആകാശത്തുനിന്ന് കണ്ടത്തിലേക്കിറങ്ങി വരുന്നു. ആലോചിക്കാനാവാത്തൊരു വേഗതയിലാണ് അത് താഴെ ഇറങ്ങിയത്. നാരായണൻകുട്ടിയോട് ചേർന്ന് അത് കണ്ടത്തിലിറങ്ങി. ഒരു തൂള് കാറ്റുപോലും വീശിയില്ല. ഒരു തരി മണ്ണുപോലും ഉയർന്നില്ല. അച്ചോ എന്ന് നാരായണൻകുട്ടി കണ്ടമുത്തുവിനു നേർക്ക് വിളിക്കുന്നതു കേട്ടു. നിർണായകമായ നിമിഷത്തിന്റെ പ്രഹർഷം അവനെ പിടിയിട്ടിരിക്കണം. ഡോക്ടർ മറവിടത്തിൽ നിന്ന് വെളിയിലേക്ക് പ്രവേശിച്ചില്ല. തന്റെ സാന്നിധ്യം അവന്റെ യാത്രയെ തകരാറിലാക്കാൻ മാത്രമേ സഹായിക്കൂ.
നോക്കി നിൽക്കെ കോശഭിത്തികളുടെ അതിർത്തി രേഖകൾ പരസ്പരം അകലുന്നതുപോലെ തളികയുടെ വാതിൽ തുറന്നടഞ്ഞു. അടുത്ത മാത്ര അത് ആകാശത്തേക്ക് തിരിഞ്ഞു ചുറ്റിയകന്നു. ഡോക്ടർ കണ്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നാരായണൻകുട്ടിയുടെ മണം പോലുമില്ല. ആശ്വാസത്തോടെ അദ്ദേഹം കണ്ടത്തിനു നടുവിൽ മലർന്നു കിടന്നു. തളികയിലാകെ വെളിച്ചമായിരുന്നു. അരികോ അകലമോ കാണിക്കാത്ത വെള്ളി വെളിച്ചം. അതിനകത്ത് ചെമ്പരത്തിപ്പൂവും കൈകളിലേന്തി നാരായണൻകുട്ടി മിഴിച്ചു നിന്നു. ദിശയില്ലാത്ത ദൂരങ്ങളിലേക്കുള്ള യാത്ര ചലനമായി അനുഭവപ്പെട്ടതേയില്ല. ക്വാറിയിലെ കയത്തിനു മുകളിൽ വെള്ളച്ചവിട്ടിൽ നീന്തി നടക്കുമ്പോൾ മീനുകൾ കണ്ണുകളെ ഉരസിക്കടന്നു പോകാറുള്ളതുപോലെയാണിത്. സെക്ഷൻ 3-യിൽ എത്തിയതറിഞ്ഞതേയില്ല. അവിടെ ഡോക്ടറുടെ തിരോഭവിച്ച രോഗികളെല്ലാവരും ഉണ്ടായിരുന്നു. അദ്ദേഹം കാണിച്ച ചിത്രത്തിൽ നിന്ന് താൻ പേരോടൊപ്പം മനഃപ്പാഠമാക്കിയവരെയെല്ലാം അവൻ തിരിച്ചറിഞ്ഞു. അവരാരും അവനെ ശ്രദ്ധിച്ചതേയില്ല. ഒരാളുടെ മുഖത്ത് പരിചിത ഭാവം കാണാതാവുമ്പോൾ അവൻ അടുത്തയാൾക്കു നേരെ നീങ്ങും. അവസാനം അവൻ മയിൽക്കണ്ണനെ കണ്ടെത്തി. നാരായണൻകുട്ടിയെ കണ്ടതും മയിൽക്കണ്ണൻ കൈകൊട്ടി ആർത്തു ചിരിക്കാൻ തുടങ്ങി. ചിരി കണ്ടതോടെ തളികയിലേക്ക് ആയക്കുറിശിയാകെ ഓടിക്കയറിയതുപോലെയാണ് നാരായണൻകുട്ടിക്ക് തോന്നിയത്. മയിൽക്കണ്ണ, രാസ്മകനെ, എന്തുണ്ടാ? തളികയിൽ കേറിങ്ങാണ്ട് വെളിവും വെക്കാനും ഇല്ലാണ്ടായോ? തൂമക്കണ്ണ, നങ്ങളിനെ നിനക്ക് ഓർമ്മയുണ്ടാ? നാരായണൻകുട്ടിക്ക് നിലവിട്ടു. മയിൽക്കണ്ണൻ അവനെ കെട്ടിപ്പിടിച്ചു. സദാ നനഞ്ഞ അവന്റെ ചുണ്ടുകൾ നാരായണൻകുട്ടിയുടെ കവിളിൽ തുപ്പൽ പാറിച്ചു. വൈകാതെ നാരായണൻകുട്ടി താൻ വന്നിരിക്കുന്നതെന്തിനാണെന്ന് അവനോട് പറഞ്ഞു. മയിൽക്കണ്ണ, നിന്നെയെ നാന് കാപ്പാത്തിക്കളയാ, പേടിക്കണ്ട നീയ്. നാരായണൻകുട്ടി കരുണാമയനായി. മയിൽക്കണ്ണന്റെ ബുദ്ധി കയറാത്ത കണ്ണുകളിൽ വെളിച്ചം മിന്നി. ബന്ധികളായ എല്ലാ രോഗികളുമായി തനിക്ക് ആയക്കുറിശിയിലെ കണ്ടത്തിൽ തളിക ഇറങ്ങണമെന്ന് നാരായണൻകുട്ടി തിടുക്കത്തിൽ അറിയിച്ചു. അതു കേട്ടപ്പോൾ മയിൽക്കണ്ണന്റെ മുഖം മങ്ങി. പൊട്ടന് കാര്യങ്ങൾ വേണ്ടതുപോലെ തിരിഞ്ഞിട്ടുണ്ടാവില്ല. നാരായണൻകുട്ടി അവനോട് കൂടുതലൊന്നും പറയാൻ പോയില്ല. തിരോഭവിക്കപ്പെട്ട രോഗികളെ മുഴുവനായും അഭിമുഖീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അവൻ ചെയ്തത്. അവരിൽ അമേരിക്കക്കാരുണ്ടായിരുന്നു, ഗ്രീക്കുകാരുണ്ടായിരുന്നു, ഫ്രാൻസുകാരുണ്ടായിരുന്നു, ആഫ്രിക്കക്കാരുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, മിഡിൽ ഈസ്റ്റിൽ നിന്നും ബാൾട്ടിക് രാജ്യങ്ങളിൽ നിന്നുമുള്ളവരുമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ജൂതന്മാർ പോലും. അവരാരും രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒത്തുവന്നതിന്റെ തിടുക്കം പ്രകടിപ്പിച്ചതേയില്ല. എന്നല്ല, അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. എന്തായാലും വംശപരമായി പോലും പല തട്ടിൽ നിൽക്കുന്ന വ്യത്യസ്ത മനുഷ്യർ ഒരേപോലെ പെരുമാറുന്നതിൽ വമ്പൻ വൈചിത്ര്യമുണ്ടെന്നു സമ്മതിക്കണം. നിങ്ങ മനസ്സ് വിടാണ്ടിരിക്കിൻ, ഞാൻ നിങ്ങളെ ആയക്കുറിശിയിലെത്തിക്കാം. ഏത് തളികൻ്റെ ഉള്ളിലെ തൂമക്കണ്ണന്മാരിൻ്റെ അടുത്ത് എടുത്തുവിടാൻ നമ്മന്റെ കയ്യില് ഒരു ആയുധമുണ്ട്. അവൻ ചെമ്പരത്തിപ്പൂ ഉയർത്തി കാണിച്ചു. അവരെല്ലാം നാരായണൻകുട്ടിയെ സഹതാപത്തോടെ നോക്കാൻ ആരംഭിച്ചു. 2ാം തരത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി തങ്ങളെ രക്ഷിക്കുമെന്ന് അവർ വിശ്വസിക്കാത്തതുകൊണ്ടായിരിക്കുമോ? അന്നേരം മയിൽക്കണ്ണൻ അവന്റെ കൈകളിൽ പിടിച്ച് തളികയുടെ ജനൽ തുറന്നു. നാരായണൻകുട്ടി അത്ഭുതപ്പെട്ടു. അതിനകത്ത് അങ്ങനെയൊന്നുള്ളതായി തനിക്ക് മനസ്സിലായതേയില്ല. ആ പൊട്ടന് കാര്യം തിരിഞ്ഞു. നാരായണൻകുട്ടി പുറത്തേക്ക് നോക്കി. സെക്ഷൻ 3-യുടെ നക്ഷത്രഖചിതമായ ആകാശം അപാരതയിലേക്ക് പരന്നു പോകുന്നു. ആ കാഴ്ച അവനെ ഭ്രമിപ്പിച്ചു. ദൂരെ ഒരു പൊട്ടുപോലെ താൻ പുറപ്പെട്ടുവന്ന ഭൂമി കാണുന്നുണ്ട്. നല്ലോണം നോക്ക് നീയ്, മയിൽക്കണ്ണൻ പൊടുന്നനെ പിന്നിൽ നിന്ന് പറഞ്ഞു. പൊട്ടൻ വർത്തമാനം പറയാനും തുടങ്ങിയോ? അവൻ ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു. അന്നേരം ഭൂമി മാത്രമല്ല നാരായണൻകുട്ടി കണ്ടത്. അതിനു പുറത്തേക്ക് നൂണു ചെന്ന് പൊട്ടൻ ആയക്കുറിശി മുഴുവൻ കാണിച്ചു തന്നു. പടിഞ്ഞാട്ടു ചെരിഞ്ഞങ്ങനെ നിൽക്കുന്ന ചൂലനൂർ കാട്, അതിനിങ്ങേപ്പുറം മലയപ്പോതിയുടെ കുന്ന്, തോലൻപാറയെ വലം വെച്ച് കാട്ടിൻചിറയിലേക്ക് ഒഴുകിപ്പോകുന്ന ബഹുരൂപികളായ കണ്ടങ്ങൾ. അതാ കൈതക്കാടുകളുടെ മറവ് പറ്റി മലർന്നു കിടക്കുന്ന കണ്ടം കാണുന്നു. അതിനോരം പറ്റി കണ്ടമുത്തു നടന്നു വരികയാണ്. അദ്ദേഹം തന്റെ പതിവ് സായാഹ്ന സവാരിയിലാണ്. ഒപ്പം ഒരു കുട്ടിയെയും കാണുന്നു. തന്റെ സ്ഥാനത്ത് മറ്റൊരു കുട്ടിയെ കണ്ടതോടെ നാരായണൻകുട്ടിക്ക് ഈർഷ്യ വന്നു. ആരവൻ? കണ്ണു തിരുമ്പി സൂക്ഷിച്ചു നോക്കി. അത് മറ്റാരുമല്ല, കണ്ണൻകുട്ടിയായിരുന്നു. ഡോക്ടറോടൊപ്പം കണ്ടം നോക്കി അവൻ അങ്ങനെ താളത്തിൽ നടന്നു വരികയാണ്. കയ്യിലൊരു ചെമ്പരത്തിപ്പൂവുമുണ്ട്.
അച്ചോ, അവരിനെ കാപ്പാത്താൻ ഞാൻ പൊയ്ക്കളയാ. കണ്ണൻകുട്ടി പറയുന്നു. പൊട്ടിയ കണ്ണാടി കഷണവും കയ്യിൽ വെച്ചു കൊടുത്ത് കണ്ണൻകുട്ടിയെ ഡോക്ടർ കണ്ടത്തിനു നടുവിലേക്ക് ഇറക്കി വിടുന്നു. അതിനുശേഷം അയാൾ കൈതക്കാടിനു മറപറ്റി മലർന്നു കിടക്കുന്നു. ഒരു കൈയിൽ ചെമ്പരത്തിപ്പൂവും മറുകൈയിൽ കടിച്ചു പിടിച്ച കണ്ണാടി ചില്ലുമായി കണ്ണൻകുട്ടി കണ്ടത്തിലേക്കിറങ്ങി. കണ്ണാടി അവൻ നടുവിൽ സ്ഥാപിച്ചു. എന്നിട്ട് പൂ ചെവിക്കുറ്റിയിൽ തിരുകി ആകാശത്തേക്ക് മിഴിനട്ടു കാത്തിരിക്കാൻ തുടങ്ങി. കണ്ണൻകുട്ടി കണ്ടത്തിൽ ചേലോടെ സ്ഥാപിച്ച കണ്ണാടി വെളിച്ചം വന്നടിച്ചപ്പോൾ നാരായണൻകുട്ടി ഇരുട്ടിലേക്ക് കണ്ണടച്ചു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.